തളിക്കുളം SNVUP സ്കൂളിന്റെ 98ാമത് വാർഷികാഘോഷവും വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പും സമുചിതമായി ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഷിജി CK അധ്യക്ഷയായ യോഗത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ EA സുഗതകുമാർ നിർവഹിച്ചു. വിരമിക്കുന്നവർക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ബ്ലൂമിംഗ് ബഡ്സ് പ്രിൻസിപ്പൽ ER അജിത, PTA പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ, മാതൃസംഗമം പ്രസിഡന്റ് ഷാനിബ നൌഷീൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിരമിക്കുന്ന അധ്യാപിക AS ബീന, ഓഫീസ് അറ്റൻഡന്റ് CP സുജിത്ത് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. പ്രധാന അധ്യാപിക PB സജിത സ്വാഗതവും KK സോഫി നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടത്തി.
കേരളമെന്നോ ഇന്ത്യ എന്നോ അല്ലെങ്കിൽ ഏഷ്യ എന്നോ ഒന്നുമില്ല. ഇപ്പോൾ ഈ ലോകം മുഴുവനും വിദ്യാർത്ഥിയുടെ കയ്യിലാണ്. ഈ ഭൂഗോളം മുഴുവനും അവൻ്റെ പിന്നെ വിഹാര കേന്ദ്രമാണ്. അപ്പൊ ലോകത്തുണ്ടാവുന്ന വളരെ ദ്രുതഗതിയിലുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ട്രെൻഡ്സ്, അതിനനുസരിച്ച് പിന്നെ വിദ്യാഭ്യാസം കൊണ്ടുപോകുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രധാനമായിട്ടും ഏറ്റെടുക്കേണ്ട പ്രവൃത്തി. രക്ഷാകർത്താക്കളും ഈ കാര്യത്തിൽ ബോധവാന്മാരാകേണ്ടതായിട്ടുണ്ട്. കാരണം പരമ്പരാഗതമായി പിന്നെ ചെറിയ ക്ലാസ്സിൽ ചേർത്തി, ഹൈസ്കൂളിൽ ചേർത്തി, കോളേജിൽ ചേർത്തി, അങ്ങനെ പോകുന്നത് യാതൊരു കാര്യവുമില്ല. പഴയ കോഴ്സുകൾ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ട. നമ്മുടെ കോളേജുകളിലൊക്കെ തന്നെ ഡിഗ്രി കോഴ്സിലുള്ള പിന്നെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് അങ്ങനെ കോഴ്സുകളൊന്നും വേണ്ട. അവർക്ക് സ്വന്തമായി കാഴ്ചപ്പാടുണ്ട്. അവർ നമ്മളെക്കാളും പിന്നെ ഒരു പടി, ഒന്നോ രണ്ടോ പടി മേലെയാണ്. അവർ രക്ഷാകർത്താക്കൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലാണ് അവർ ചിന്തിക്കുന്നത്. കാരണം അവർ കൈത്തുമ്പിൽ ഈ ലോകം മുഴുവനുണ്ട്. അവർ വിരൽത്തുമ്പിലാണ് ലോകം ഇരിക്കുന്നത്. ഇന്റർനെറ്റിന്റെ ലോകമാണ്. അപ്പൊ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു, അവൻ എവിടെയാണ് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നത്, അവന് നല്ല ജോലി കിട്ടാൻ വേണ്ടി എന്ത് വിദ്യാഭ്യാസമാണ് അവൻ നേടേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെക്കാൾ പ്രായമായ ആളുകളെക്കാൾ കൂടുതലായി പുതുതലമുറയുള്ള വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ ആ പുതിയ തലമുറയുള്ള ഇത്രയും പിന്നെ ലോജിക്കായിട്ട് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അധ്യാപകർ കുറേയും കൂടി അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ടല്ലോ. അധ്യാപകർ മാത്രം അപ്ഗ്രേഡ് ചെയ്താൽ പോരാ. അധ്യാപകർ ജോലി ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനം, അതിൻ്റെ പശ്ചാത്തല സൗകര്യം ഒക്കെ തന്നെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലാസ് മുറിക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം എന്നേ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ക്ലാസ് മുറിക്ക് പുറത്ത് വളരെ വിശാലമായ ഒരു ലോകമുണ്ടെന്നുള്ളത് സാധാരണക്കാരായ രക്ഷാകർത്താക്കൾ പോലും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പും അല്ലെങ്കിൽ വിദ്യാലയം തനതായിട്ട് നടത്തുന്ന വിവിധങ്ങളായ പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുപ്പിക്കുന്നതിന് രക്ഷാകർത്താക്കൾ പിന്നെ സപ്പോർട്ടുമായിട്ട് നമുക്ക് വരുന്നത്. ഇന്ന് ഈ വേദിയിൽ സമ്മിശ്ര വികാരത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത്രയും കൃത്യമായ ഒരു യാത്രയയപ്പ് ലഭിച്ചതിലുള്ള സന്തോഷവും ഈ വിദ്യാലയത്തോടും നിങ്ങളോടും യാത്ര പറയേണ്ടി വരുന്നതിലുള്ള വിഷമവും ഞാൻ അനുഭവിച്ചറിയുന്നു. 2002 ഞാൻ ഈ വിദ്യാലയത്തിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് ഒരു 7 വർഷത്തോളം ഞാൻ ബേസ് ലൈൻ പാർക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു. ഇവിടെ ജോലി ചെയ്ത 21 വർഷങ്ങൾ എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ വിദ്യാലയത്തിലെ മുൻ പ്രധാന അധ്യാപകനും
സുഗതൻ മാസ്റ്ററോടുമുള്ള കടപ്പാട് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലൂമിംഗ് ബഡ്സ് പ്രിൻസിപ്പൽ അജിത ടീച്ചർ, ഇവിടുത്തെ പ്രധാന അധ്യാപകരായ ഉഷ ടീച്ചർ, ശോഭന ടീച്ചർ, ഷീജ ടീച്ചർ, മിനി ടീച്ചർ, സജിത ടീച്ചർ തുടങ്ങിയവർ എനിക്ക് നൽകിയ സ്നേഹവും പിന്തുണയും മറക്കാൻ സാധിക്കുന്നതല്ല. ഒരു സഹോദരിയോടെന്ന പോലെ സ്നേഹം പങ്കുവച്ച എൻ്റെ പ്രിയ സഹപ്രവർത്തകർ എനിക്കെന്നും ശക്തിയായിരുന്നു. ഞാൻ അറിവ് പകർന്നു നൽകിയ കുഞ്ഞുമക്കളെ ഓരോരുത്തരെയും ഞാൻ ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. എന്നിൽ അർപ്പിച്ച ഓരോ ജോലിയും പരമാവധി ചെയ്യുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനം നേടിത്തന്നത് SMUP സ്കൂളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഞാൻ ഈ വിദ്യാലയത്തോടും മാനേജ്മെൻറ്റിനോടും ഇവിടുത്തെ പ്രിയപ്പെട്ട കുട്ടികളോടും രക്ഷിതാക്കളോടും എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടും കടപ്പെട്ടിരിക്കുന്നു. ഇന്നിവിടെ എനിക്ക് നൽകിയ സ്നേഹപൂർവമായ ഊഷ്മളമായ യാത്രയപ്പിന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അതോടൊപ്പം ഈ സ്കൂളിൻ്റെ പുരോഗതിക്കായുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ പൂർണ്ണ സഹകരണം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഉള്ള എൻ്റെ ഗുരുജനങ്ങളെ, സഹപ്രവർത്തകരെ, PTA, MPTA പ്രസിഡന്റ്, രക്ഷിതാക്കളെ, നല്ലവരായ നാട്ടുകാരെ, എൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വേദിയിലെ അധ്യക്ഷ ഷിജി CK, പഞ്ചായത്ത് മെമ്പർ, ഉദ്ഘാടകൻ സുഗതൻ മാഷ്, സ്വാഗതം പറഞ്ഞ അച്ഛൻ, പിരിഞ്ഞുപോയ എൻ്റെ മുൻകാലത്തുണ്ടായിരുന്ന അച്ഛൻസ്, എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞാൻ 1997 ഇവിടെ ജോലിക്ക് ആദ്യമായിട്ട് കയറിയത്. എൻ്റെ അച്ഛനായിരുന്നു ഇവിടെ ആദ്യത്തെ ഓഫീസ് അസിസ്റ്റൻറ്റ്. അന്ന് അങ്ങനെയല്ല പറയുക, പിയൂൺ തന്നെയാണ് പറയുക, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 1798 ഞാനിവിടെ കണ്ടിന്യൂ ആയിട്ട് ജോലിക്ക് കയറിയത്. അതിൽ ഓഫീസ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും സുഗതൻ മാഷ് അന്ന് അച്ഛനായിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോട് കൂടിയിട്ട് പറഞ്ഞു തരും. അതേമാതിരി ബഷീർ മാഷുണ്ടായിരുന്നു, അവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അത് പിന്തുടർന്നുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. എനിക്ക് ഈ കാലയളവിൽ ഇവിടുത്തെ സഹപ്രവർത്തകർ, മുൻകാലങ്ങളിലുണ്ടായിരുന്ന PTA, MPTA പ്രസിഡന്റുമാർ, എന്തിനു പറയുന്നത് എൻ്റെ കുട്ടികൾ, അവർ വരെ വളരെ സൗമ്യതയോടും വളരെ എന്താ പറയുക നല്ല രീതിയിലാണ് എന്നോട് പെരുമാറിയിരുന്നത്. പിന്നെ ഇവിടെ ഞാൻ ജോലിക്ക് കയറിയെന്ന് പറഞ്ഞ് അച്ഛൻ്റെ പിൻഗാമിയായിട്ട് തന്നെയാണ് കയറിയത്. ഞങ്ങൾ തൊട്ട് അയൽവക്കത്തുള്ള വീട്ടുകാരാണ്. കുടുംബപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പൊക്കിൾക്കൊടി ബന്ധം പോലെയാണ് ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ. പിന്നെ ഇവിടെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നതിൽ ഞാൻ ആദ്യമൊക്കെ ചേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. അത് ഇവിടെയുള്ള എൻ്റെ അയൽവക്കക്കാരനെ സന്ധുവിനൊക്കെ അറിയാം. സന്ധു അങ്ങനെ തന്നെ വിളിച്ചിരുന്നത്. പിന്നെ അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് മാഷായി. പിന്നെ ഞാൻ ജോലിക്ക് കയറിയപ്പോൾ ഹെഡ് മാഷായി. അങ്ങനെ മാഷ് പകർന്നു തന്ന എല്ലാ കരുതലും പിന്തുണയോടും കൂടിയിട്ടാണ് ഞാൻ സ്കൂളിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ, ഞാൻ ഇവിടെയുള്ള എൻ്റെ സഹപ്രവർത്തകരോടും മറ്റുള്ള എല്ലാവരോടും, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ, കുട്ടികൾ, അവരോടൊക്കെ വളരെ എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് പെരുമാറ്റുള്ളതെന്ന് അറിയാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികളെ ഞാൻ വഴക്ക് പറയാറുണ്ട്. ഞാൻ തല്ലിയിട്ടില്ല ഇതുവരെ, അത് എൻ്റെ മക്കളെ പോലെ ഞാൻ തല്ലിയിട്ടില്ല. പക്ഷേ വഴക്ക് പറയും, ഞാൻ നന്നായിട്ട് അവരെ നോക്കും. പക്ഷേ ആ കുട്ടികൾക്ക് ഇപ്പോഴും സ്നേഹമാണ്. അവിടെ പഠിച്ചു പോയ പിള്ളേർ അവരുടെ മക്കളെ ഇവിടെ ചേർത്തുമ്പോൾ അവർ വന്നിട്ട് വളരെ സന്തോഷമായിട്ട്
എന്താണ് സുഖിച്ചേട്ട കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ഉള്ള കുറേ രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരോടും എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. പിന്നെ എന്നെ ഇവിടെ വിരമിച്ചു പോയ കുറച്ച് അധ്യാപകരുണ്ട്, അവരെല്ലാവരും പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ 3-ൽ പഠിപ്പിച്ച ഗംഗ ടീച്ചറുണ്ട് ഇവിടെ, പിന്നെ സരസ്വതി ടീച്ചർ, മിനി ടീച്ചർ, അങ്ങനെ സുജാത ടീച്ചർ, സുധ ടീച്ചർ, ഇന്ദിര ടീച്ചർ, മീന ടീച്ചർ. ഇന്ദിര ടീച്ചറെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ അവർ അമ്മയെ പോലെയാണ്. പിന്നെ മീന ടീച്ചർ, പിന്നെ വല്ലവരും വിട്ടുപോയി ക്ഷമിക്കുക. ഇവരെല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. പിന്നെ 3-ൽ ഗംഗ ടീച്ചർ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു, എന്നെ 7-ൽ പഠിപ്പിച്ചത് സൂത മാഷാണ്. ആ കാര്യം അറിയാലോ, പഠിക്കുന്ന കാലത്ത് നമ്മൾ കുറച്ച് പിന്നാക്കായിരുന്നു, പക്ഷെ നല്ല അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ ഞാനിവിടെ പഠിച്ചു പോയി, ഞാനിവിടെ തന്നെ ജോലി ചെയ്യുക. അതേമാതിരിയുള്ള കുറച്ച് ഭാഗ്യം ലഭിച്ച കുറച്ച് ടീച്ചർമാരുണ്ട് ഇവിടെ. മിനി ടീച്ചർ, മിനി ടീച്ചർ, രജിത ടീച്ചർ, പിന്നെ ശ്രീജ ടീച്ചർ, സുഫൈന ടീച്ചർ, ശോഭന ടീച്ചർ. അവർക്കൊക്കെ ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്യാന്ന് പറയുന്ന ഒരു എന്താ പറയുക, അതൊരു ത്രില്ലാണ്. അങ്ങനെ ആ സൗഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല. പിന്നെ എൻ്റെ നല്ലവരായ നാട്ടുകാർ, പിന്നെ ഈ അയൽപ്പക്കത്തുള്ളവർ എൻ്റെയും അയൽപ്പക്കക്കാർ തന്നെയാണ്. ഈ അയൽപ്പക്കക്കാർക്കും പിന്നെ ഞങ്ങളുടെ ക്ലബ്ബ് സർദാർ രാമവളവ് കൂട്ടായ്മ അതിൻ്റെ സംഘാടകരോടും ഇവിടെ കൂടിയ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.